പയ്യന്നൂർ റവന്യൂ ടവർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം എത്ര ഞെരുക്കിയാലും അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. റവന്യൂ വകുപ്പ് ആധുനിക കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മാതാവ് എന്ന് വിളിക്കുന്ന ഒരു മാതൃവകുപ്പാണ്. ഞാൻ ഒരു കാര്യം ഈ സദസ്സിന്റെ മുമ്പാകെ പറയാം. കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഒരു ഭരണഘടനയുടെ കീഴിൽ, ഒരു ഫെഡറൽ ആശയത്തിന്റെ കീഴിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് തരാൻ നിർബന്ധിക്കപ്പെടുന്ന കേരളത്തിന്റെ അവകാശം, കേരളത്തിന്റെ വിഹിതം ലഭ്യമാകുന്നില്ല എന്ന് കാണുമ്പോൾ കാഴ്ചക്കാരായി മാറിയിരിക്കുകയല്ല. കഴിഞ്ഞ 8-ാം തീയതി തണുത്ത പ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ എല്ലാവരും അണിനിരന്ന് ഡൽഹിയിൽ നടത്തിയ തുറന്ന സമരം ഉൾപ്പെടെ ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം സുപ്രീം കോടതിക്ക് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ നിയമ ഹർജിയടക്കം കേരളത്തിന് അവകാശപ്പെട്ട സംഖ്യ ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിലാണ്. ചരിത്രമുറങ്ങുന്ന മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകർന്ന മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ പടപ്പുറപ്പാട് നടന്ന ഈ പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്ന് ഇച്ഛാശക്തിയോടെ, ആർജവത്തോടെ ഈ ഗവൺമെന്റിന് വേണ്ടി പറയട്ടെ, കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിന് ലഭ്യമാകുന്ന അവകാശങ്ങൾ നൽകാതെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ ഞങ്ങൾ പറയട്ടെ, കേരളത്തെ എങ്ങനെ ഞെരുക്കി കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും 2025 നവംബർ 1 മലയാള പിറവി ദിനത്തിന്റെ അന്ന് കേരളത്തിന്റെ തലയ്ക്കു മീതെ ഉയരുന്ന സൂര്യന് ഇന്ത്യ രാജ്യത്ത് ഒരു ദരിദ്ര കുടുംബത്തെ പോലും കണ്ടെത്താത്ത ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റും എന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റിന് ഒരു തർക്കവുമില്ല. എത്ര കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും. ഞങ്ങൾ സമരം നടത്തുന്നത് ഈ കിട്ടുന്ന പണം ഏതെങ്കിലും ആർഭാടത്തിന് ചെലവഴിക്കാനല്ല. ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് പറഞ്ഞു, ഇവിടെ ചില സൗകര്യങ്ങൾ വേണം എന്ന് ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് അടിയന്തരമായി സമർപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗമായി ഞാൻ കളക്ടറോട് ആവശ്യപ്പെട്ടു. ഏതെങ്കിലും ആർഭാടത്തിന് പണം ചെലവഴിക്കാനല്ല കേരളത്തിന്റെ അവകാശം ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നത്. കേരളത്തിൽ 60 വയസ്സു കഴിഞ്ഞ 62 ലക്ഷത്തോളം വരുന്ന മറിയക്കുട്ടിമാരുടെ കയ്യിൽ തുക തെറ്റാതെ 1-ാം തീയതി തന്നെ പണം കൊടുക്കാനുള്ള കേരളത്തിന്റെ അഭിമാനകരമായ അവകാശം നിലനിർത്തുന്നതുൾപ്പെടെ ഈ കേരളത്തിലെ സാധാരണക്കാരനെ സഹായിക്കാനും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് കേരളം ആ പണം ആവശ്യപ്പെടുന്നത്. 2.5 കോടി രൂപ ചെലവഴിച്ച് 3 നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വില്ലേജ് ഓഫീസ്, റെക്കോർഡർ മുറി, സ്റ്റാഫ് മുറി, ഇലക്ഷൻ റൂം, കോൺഫറൻസ് ഹാൾ, ടോയ്ലറ്റ് എന്നിവയാണുള്ളത്. 1-ാം നിലയിൽ തഹസിൽദാറുടെ മുറിയും ഓഫീസ് സൗകര്യങ്ങളും, 2-ാം നിലയിൽ LA തഹസിൽദാറുടെ മുറി, സ്റ്റാഫ് റൂം, റെക്കോർഡ് റൂം എന്നിവയുമാണ് ഒരുക്കിയിട്ടുള്ളത്. കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യവുമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. M വിജിൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തലശ്ശേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോൺട്രാക്ടർ മുഹമ്മദ് ഹാരിസിനുള്ള ഉപഹാരം മന്ത്രി നൽകി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല,
കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ MB ചിത്ര, ജില്ലാ കലക്ടർ അരുൺ K വിജയൻ, പയ്യന്നൂർ തഹസിൽദാർ R ജയേഷ്, മുൻ MLA C കൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ മീഡിയ, പയ്യന്നൂർ.